നമ്മളൊന്നൊരു BS4 സ്റ്റാൻഡേർഡിൻ്റെ റിവ്യൂ ആണ്, യൂസ്ഡ് റിവ്യൂ ആണ്. ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. $43,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കേട്ടോ. ഇത് ഫ്രണ്ട് ഡ്രം ബ്രേക്ക് വരുന്ന ടൈപ്പാണ്, ഡിസ്ക് ബ്രേക്ക് അല്ല. അതേമാതിരി ABS ഇല്ല, അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ആണ് വണ്ടി. നാൽപ്പത് സ്പീഡിലാണ് പോകണത് കേട്ടോ. അപ്പോൾ 40 സ്പീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ J സീരീസ് വണ്ടി 40 സ്പീഡിൽ ടോപ്പ് ഗിയറിൽ പോകുന്നുണ്ട്. ലോൻ്റെ ടോർക്ക് കൂടുതലാണ് റോയൽ എൻഫീൽഡ് എന്നുള്ള പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ലോൻ്റെ ടോർക്കുള്ള വണ്ടി, അതാണ് റോയൽ എൻഫീൽഡിൻ്റെ അഡ്വാൻറ്റേജും. അതായത് ടോപ്പ് ഗിയറിൽ മാക്സിമം ലോ സ്പീഡിൽ പോകാൻ പറ്റുന്നുള്ളതാണ്. അത് ക്ലാസിക് ആകുമ്പം അതൊരു 50ൻ്റെ മുകളിലേക്കാവും. പക്ഷേ J സീരീസ് എല്ലാം തന്നെ ഒരു 40ൽ പോകാൻ പറ്റുന്നുണ്ട്. അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു കയറ്റമാണ്, കയറ്റം നോക്കുക. ഈ ഒരു കയറ്റം നമ്മൾ 40 കൂളായിട്ട് ആക്സിലേഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആക്സിലേഷൻ തന്നെ കൂളായിട്ട് കയറി പോരുന്നുണ്ട്, ഓവർ ആക്സിലേഷൻ കൊടുക്കാതെ തന്നെ കയറി പോരുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഴയ വണ്ടിയായിട്ട് എൻജിനല്ലാത്ത രീതിയിൽ ബാക്കിയുള്ള പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നീതി പുലർത്തുന്ന വണ്ടിയാണ് സ്റ്റാൻഡേർഡ് കേട്ടോ. അത് ലുക്ക് വൈസ് ആണെങ്കിലും എൻജിൻ മാത്രം, ഗിയർ ബോക്സ്, ക്രാങ്ക് എല്ലാം ഒന്നിച്ചായതുകൊണ്ട് യൂണിറ്റ് കൺസീൽഡ് എൻജിൻ എന്ന ഇതിൽ വന്നു എന്ന് മാത്രം. ബാക്കിയെല്ലാം ട്രഡീഷണൽ ടെക്നോളജി തന്നെയാണ്. പിന്നെ ഹൈഡ്രോളിക് ടാപ്പറ്റും അതേമാതിരി ഓട്ടോമാറ്റിക് ടാപ്പറ്റായി, ഹൈഡ്രോളിക് ബേസായി, ഓയിൽ ബേസ് ടാപ്പറ്റ് കൊടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയൊരു വണ്ടി. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 10.4 കിലോ kg ക്രാങ്ക് വെയിറ്റ് വരുന്ന വണ്ടി. അപ്പോൾ നല്ല ലോ ആൻഡ് ടോർക്ക് കിട്ടുന്ന വണ്ടിയാണ്. അതായത് 30 ഇറങ്ങിയതിന് ശേഷം കാണിച്ചു തരാം. അത്യാവശ്യം നല്ല എൻജിൻ ബ്രേക്കിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ. എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻജിൻ ബ്രേക്കിംഗ് ഇറക്കൊക്കെ ഇറങ്ങുന്ന സമയത്താണ് എൻജിൻ ബ്രേക്കിൻ്റെ അഡ്വാൻറ്റേജ് മനസ്സിലാവുക. ഗിയർ ഡൗൺ ചെയ്തിട്ട് കൂടുതൽ ബ്രേക്കിൻ്റെ സപ്പോർട്ടിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ ഗിയർ നല്ലോണ്ടാവും. ഫസ്റ്റിലൊക്കെ ഇട്ട് സെക്കൻഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൂളായിട്ട് ബ്രേക്കിങ്ങിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടാവില്ല എൻജിൻ ബ്രേക്കിംഗ് കൂടുതലുള്ള വണ്ടിക്ക്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലിയുള്ള കാര്യങ്ങളാണ് ഫുള്ള് റിവ്യൂസ് ആയിട്ട് ചെയ്യുന്നത്. അതിൻ്റെ ടെക്നോളജി പരമായിട്ട് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ലോൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പ് ഗിയറിൽ ഇതേമാതിരി പതുക്കെ ഇങ്ങനെ ഗിയർ മാറ്റാതെ പോകും. അതേമാതിരി സിറ്റിയിൽ അധികം ഗിയർ ചേഞ്ചിങ് ആവശ്യമൊന്നും ഉണ്ടാവില്ല. അടിക്കടിയിലെ ഗിയർ ചേഞ്ചിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇത് 40 സ്പീഡിൽ ഇറങ്ങി വന്നു. അപ്പോൾ അതേ 40 സ്പീഡിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴോട്ട് പോകുന്നുള്ളത് നോക്കാം. കാരണം 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് മീറ്ററിലേക്ക് നോക്കുക. ഞാൻ സ്ലോ ഡൗൺ ചെയ്യാണ് കേട്ടോ. അതേ ഗിയറിലാണ് സ്ലോ ഡൗൺ ചെയ്യാണ്. 30-ലെത്തി. അപ്പോൾ ഗ്രാജുവലി ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതേ ഗിയറിൽ നമുക്ക് കയറി പോകാൻ പറ്റുന്നുണ്ട്. സഡൻ ആക്സിലേഷൻ ചിലപ്പോൾ പ്രശ്നം വരും. അപ്പോൾ ഗ്രാജുവലി ആണ് 30-ലെത്തിയിട്ട് കാണില്ല. ഞാനിപ്പോൾ വീണ്ടും സ്ലോ ഡൗൺ ചെയ്യാണ്. ഇപ്പം 30ൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. 30 എത്തിയിട്ടുണ്ട്. നോക്കുക, ഞാൻ ഗിയർ ചേഞ്ച് ചെയ്യുന്നില്ല, ഗ്രാജുവലി കൊടുക്കുകയാണ്. ഓക്കെ, അതിൽ തന്നെ കയറിപ്പോയി. ഇതാണ് ലോഞ്ച് ടോർക്കിൻ്റെ പ്രത്യേകത കേട്ടോ. നമുക്ക് സിറ്റി റൈഡിങ്ങിനൊക്കെ വളരെയധികം കംഫർട്ടായിരിക്കും. പിന്നെ പതുക്കെ റൈഡിങ്ങിന് പോകുന്ന സമയത്തും നമുക്ക് ഒരു പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ രീതിയിലുള്ള ഒരു റൈഡിങ് ക്വാളിറ്റിയാണ് സ്റ്റാൻഡേർഡ് നമുക്ക് തരിക കേട്ടോ. BS4 സ്റ്റാൻഡേർഡാണിത്. അപ്പോൾ BS4 ആണെങ്കിലും BS3 ആണെങ്കിലും ബാക്കി എൻജിൻ വൈസൊക്കെ സെയിം തന്നെയാണ്. കുറച്ച് ചെറിയൊരു BS4 സിസ്റ്റം, ഒരു കാനിസ്റ്റർ സിസ്റ്റം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കുറച്ചും കൂടെ അത് ശരിക്കും ഓപ്പൺ ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ മൈലേജ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് വാസ്തവം.
അങ്ങനെ ടാങ്കിൻ്റെ വാക്വം കൂടി നമുക്ക് ഇതിൽ കാർബറേറ്റർ ഇൻടേക്കിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലാസിക് ആണെങ്കിൽ 50ൻ്റെ മുകളിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ടോപ്പ് ഗിയർ 50ൻ്റെ മുകളിൽ മാത്രമേ പോകാൻ. ഇത് നമുക്ക് പതുക്കെ ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ സ്റ്റാൻഡേർഡ് നോക്കുന്ന ആളുകൾക്ക് BS4 ABS ഇല്ലാത്ത വണ്ടി വരുന്നുണ്ട്. ABS ഇല്ലാത്ത വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ടെൻഷൻ ഫ്രീ ആയിട്ട് കൊണ്ടെടുക്കാമെന്നുള്ളൂ. ABS ഉള്ള വണ്ടി ABS ആഗ്രഹിക്കുന്നവർക്ക് ABS എടുക്കാം. ABSൻ്റെ ഒരു റോയൽ എൻഫീൽഡ് യൂസ് ചെയ്യുന്ന സമയത്തോടത്തോളം ABS എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫെയിലിയറാണ്. ABS ഫെയിലിയറാണെന്നല്ല, ABSൻ്റെ സിസ്റ്റം കൊടുത്തേക്കുന്ന പൊസിഷനിങ് ഫെയിലിയറാണ്. അതുകൊണ്ട് തന്നെ ABSന് കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് വരുന്നതുകൊണ്ട് അപ്പോൾ സോൾവ് ചെയ്യാൻ ചിലപ്പോൾ നല്ല സംഖ്യ ചിലവ് വരും. അതുകൊണ്ട് പിന്നെ ABS ഇല്ലാതെ ഓടേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നെങ്കിൽ ഓക്കെ. പക്ഷേ റോയൽ എൻഫീൽഡ് എപ്പോഴും ഒരു 50-60 സ്പീഡിൽ പോകാനുള്ള ഒരു വണ്ടി, അത് 60-70 സ്പീഡിൽ പോകണം. അതിൻ്റെ ഒരു ഹരം നമുക്ക് ഓടിച്ച് അങ്ങനെ പോകാൻ. അപ്പോൾ എപ്പോഴും അതാണല്ലോ എൻഫീൽഡ് കൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്നു, എൻഫീൽഡിലേക്ക് പോകണം. അതല്ലാതെ ഹൈ സ്പീഡ് ഒരു KTM ഡ്യൂക്കൊക്കെ ഓടിക്കുന്ന മാതിരി ക്രേസിലുള്ള ആളുകൾ ഒരിക്കലും റോയൽ എൻഫീൽഡിലേക്ക് പോകരുത്. ഇപ്പം ഞാനിത് ഇങ്ങനെ പതുക്കെ ഒരു 30-35 സ്പീഡിൽ ഇങ്ങനെ പോവുകയാണ്. 40 അല്ല 35 സ്പീഡിലാണ് പോണത്. ഒരു 30-40 ബിലോ എന്തായാലും നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ട് ഓടിക്കാൻ പറ്റും കേട്ടോ. ബാക്കി ആസ് പെർ വണ്ടിൻ്റെ ട്യൂണിങ് കാര്യങ്ങളനുസരിച്ചിരിക്കും ലോ സ്പീഡിൽ പോകാൽ. അതിൻ്റെ ചെയിനിൻ്റെ ഓവർ ടൈറ്റിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞാലൊക്കെ വിഷയമാണ്. അപ്പോൾ ഇതാണ് ഒരു BS4ൻ്റെ ഒരു റൈഡേഴ്സ് റിവ്യൂ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. സ്റ്റാൻഡേർഡിൻ്റെ പൂർണ്ണമായിട്ടും പുതിയ CI എഞ്ചിൻ്റെ 2009 വണ്ടി CI എഞ്ചിൻ വരുന്ന ഹെവി ക്രാങ്ക് വണ്ടീൻ്റെ എല്ലാവിധ അഡ്വാൻറ്റേജ് ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ. അതായത് റൈഡ് ക്വാളിറ്റിയിൽ പിന്നെ സൈലൻസർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് എക്സോസ് ബീറ്റ് നമുക്ക് കിട്ടുന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അതിപ്പോൾ അലൗഡ് അല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് CI എഞ്ചിൻ സെലക്ട് ചെയ്ത് നന്നാവുക. അപ്പോൾ ഞാൻ ഈ റൈഡിലെ ഗിയർ മാറ്റിയോ എന്ന് ചോദിച്ചാൽ വലിയ ഓർമ്മയില്ല. എടുക്കുന്ന സമയം വണ്ടി എടുത്ത സമയത്ത് മാത്രമേ ഗിയർ മാറ്റിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ അതേ ഗിയറിൽ തന്നെയാണ് ഓടുന്നതെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. എനിക്ക് അറിയില്ല. എന്നാലും എനിക്കിത് ഈ സ്റ്റാൻഡേർഡ് ഓടിക്കുന്ന സമയത്ത് അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യം വരാറില്ല. ഇപ്പോൾ നോക്കുക, നിങ്ങൾ 35ൻ്റെ അടുത്താണ് ഞാൻ ഈ ടോപ്പ് ഗിയറിൽ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചില ആളുകൾ വണ്ടി ഓടുന്നില്ല, ലോ സ്പീഡിൽ ഓടുന്നില്ല എന്നൊക്കെ പറയും. അത് നിങ്ങൾ മെയിൻ്റെനൻസിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അത് ശരിക്ക് വണ്ടി ട്യൂണിങ് അറിയാവുന്ന ആളുകളെടുത്ത് പോയിട്ട് കറക്റ്റ് എൻജിൻ ബ്രേക്കൊന്ന് ജാമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ബ്രേക്ക് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് നോക്കുക, കാർബറേറ്റർ നോക്കുക, എയർ ഫിൽറ്റർ നോക്കുക, അതിൻ്റെ കാര്യം സ്പാർക്ക് പ്ലഗ് രണ്ടും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. നോക്കിയിട്ട് ഒന്ന് ട്യൂൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഒരു 35-40 ബിലോ ഈ വണ്ടി കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ്. നോക്കുക കേട്ടോ. ടോപ്പ് ഗിയറിലാണ് വണ്ടി ഉള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടൻ കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക. റോയൽ എൻഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അറിയാവുന്നതാണ്. A to Z കാര്യങ്ങളായിരിക്കും ഞാൻ അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. റോയൽ എൻഫീൽഡ് ഉപയോഗിക്കുന്നവർ, റോയൽ എൻഫീൽഡ് വർക്ക് ഇടുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് ചാനലായിരിക്കും. അടുത്ത വീഡിയോ ഉടൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.